കേരളം വിട പറയുകയാണ്. ആലൻ ഷെറിന് സംസ്കാരത്തിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അല്പസമയം തന്നെ മൃതദേഹം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ആ കുഞ്ഞ് കുഴിമാടവും അവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ആദ്യ നിദ്രയ്ക്ക് വേണ്ടിയുള്ളത്. വിഷ്ണു സുരേഷ് കൂടിയുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, നാടൊന്നാകെ വിട നൽകുകയാണ് ആലൻ ഷെറിന്. ഇനി അല്പസമയത്തിനകം സംസ്കാരം. പറഞ്ഞതിലും ഏതാണ്ട് 1 മണിക്കൂർ വൈകി സംസ്കാരം. 3 മണിയാണ് സംസ്കാരം പറഞ്ഞിരുന്നത്. ഇപ്പോൾ 3 മണിയും പിന്നിട്ട് 4 മണിയിലേക്ക് എത്തുകയാണ്. അതൊരു 4:30 സംസ്കാരം പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മൃതദേഹം പള്ളിയങ്കണത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയം മുമ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാനത്തെ പ്രതികരിച്ച് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ അഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന നഷ്ടത്തെ കൂടി പറഞ്ഞുകൊണ്ടാണ് അവിടെ സംസാരിച്ച കുടുംബത്തെ പിന്തുണക്കുന്ന കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തിയത്. അത്തരത്തിൽ ഒരുപാട് പേർക്ക് ഇത്തരം ഓർമ്മകൾ ആലിനെ പോലെ വിട പറയുന്ന അല്ലെങ്കിൽ ആലിൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകും. അതിനെല്ലാം അപ്പുറത്ത് ഈ കുഞ്ഞ് കേരളത്തിൻ്റെ ഒന്നാകെ ഒരു കുഞ്ഞായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരുണിൻ്റെയും ആനിൻ്റെയും മകളാണ് ആലിൻ ജനിച്ചതെങ്കിൽ ഇപ്പോൾ അത് കേരളത്തിൻ്റെ ഒന്നാകെ ഒരു മകളായി മാറുന്ന കുഞ്ഞിൻ്റെ ചിത്രം നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ആ ചിത്രത്തിലുള്ള ചിരിച്ച മുഖമുള്ള ആലിനെ മാത്രം, ആ ചിത്രത്തിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമാണ് ആ കുഞ്ഞുമായി ഉള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ ആരോ ആണ് ആ കുഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ ആലിൻ ഷെറിൻ. അതുകൊണ്ടാണ് ഈ അണമുറിയാത്ത തിരക്ക് ആ പള്ളിയിൽ കാണുന്നത്. മല്ലപ്പള്ളിയിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് ആ കുഞ്ഞിനെ അവസാന നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലും വീട്ടിലുമൊക്കെ ആ തിരക്ക് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ പള്ളിയിലെത്തുമ്പോഴും ആ തിരക്കിനൊരു കുറവുമില്ല. കാരണം അത്രയും വലിയൊരു സന്ദേശം നൽകി 4 പേർക്ക് 5 പേർക്ക് പുതുജീവനേകിയാണ് ആ കുഞ്ഞ് ജീവിതത്തിൽ നിന്ന് മടങ്ങുന്നത്. 10 മാസം മാത്രം പ്രായമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ചിരി കരച്ചിലുകളൊക്കെ കേട്ട് ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോഴാണ് അവർക്ക് ആ പൊന്നോമനയെ വളരെ അപ്രതീക്ഷിതമായി നഷ്ടമാകുന്നത്. ആ നഷ്ടത്തിനിടയിലും അവർ നിശ്ചയദാർഢ്യമുള്ള തീരുമാനം അരുണും ആനും ചേർന്നെടുത്തു. ആ തീരുമാനവും അംഗീകരിക്കപ്പെടേണ്ടതാണ്. ആ തീരുമാനത്തിന് കേരളത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കൂടി നൽകേണ്ടതാണ്. അത് കേരളം ഒന്നാകെ ആ സല്യൂട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകുകയും ചെയ്തതാണ്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന പേര് ആലിൻ ഷെറിൻ എന്നായിരിക്കും. കേരളത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ ആലിൻ ഷെറിന് ശേഷവും മുൻപും എന്നും രേഖപ്പെടുത്തും എന്ന കാര്യത്തിലും സംശയമില്ല. 6 മാസം പ്രായമുള്ള ആളുകൾക്ക് കുഞ്ഞിന് മുതൽ ആലിൻ്റെ അവയവങ്ങൾ ചലിച്ചു തുടങ്ങും. അത് അല്പസമയത്തിനകം തന്നെ ആലിൻ്റെ സംസ്കാരത്തിലേക്ക് കടക്കും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.